നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചന്ദ്രദർശന ഫലമാണ് പറയുന്നത്. ഓരോ കർത്തവാവ് കഴിഞ്ഞാലും ചന്ദ്രനെ ദർശിക്കുമ്പോഴുള്ള ആ ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് ഓരോ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങളുണ്ട്. ആ വിഷയം അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസമുള്ളവർക്ക് കാണാം, വിശ്വാസമില്ലാത്തവർക്ക് വീഡിയോ ഒഴിവാക്കുക. കർത്തവാവ് കഴിഞ്ഞാലുള്ള ചന്ദ്രദർശന ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ചന്ദ്രദർശന ഫലം എന്ന വീഡിയോയിലേക്ക് കടക്കാം. കർത്തവാവ് കഴിഞ്ഞ് ചന്ദ്രനെ ആദ്യമായി ദർശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചന്ദ്രദർശന ഫലത്തെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. സുഖജള മൃതിഭീതി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ വെളുത്തപക്ഷത്തിലെ ചന്ദ്രനെ ആദ്യം കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. സുഖജള മൃതിഭീതി എന്ന് തുടങ്ങുന്നത് ഞായറാഴ്ച മുതലുള്ള ഫലത്തെയാണ് പറയുന്നത്. ഞായറാഴ്ച ആദ്യമായി ചന്ദ്രനെ കണ്ടാൽ സുഖമാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ചയാണെങ്കിൽ ജളത്വമാണ്, അതായത് സദസ്സുകളിലും പൊതുവേദികളിലും മറ്റും അപമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. ചൊവ്വാഴ്ചയാണെങ്കിൽ മരണതുല്യമായിട്ടുള്ള ഫലങ്ങളെ പറയുന്നു. ബുധനാഴ്ചയാണെങ്കിൽ ഭയം, വ്യാഴാഴ്ചയാണെങ്കിൽ ധനലാഭം, വെള്ളിയാഴ്ചയാണെങ്കിൽ ദാമ്പത്യ സുഖം, ശനിയാഴ്ചയാണെങ്കിൽ രോഗം എന്നിങ്ങനെയാണ് ഫലം പറയുന്നത്. നൃണാം പീയൂഷഭാനു പ്രതിശതി നിയതം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ കർത്തവാവ് കഴിഞ്ഞുള്ള ദിവസം ആദ്യമായി ചന്ദ്രനെ കാണുമ്പോൾ മഴക്കാറിനിടയിലൂടെയാണ് കാണുന്നത് എങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവമാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനെ കാണുന്നത് മരങ്ങൾക്കിടയിലൂടെയാണ് എങ്കിൽ ദ്രവ്യനാശം പറയുന്നു, അതായത് ധനനഷ്ടം എന്നർത്ഥം. അതേപോലെ തന്നെ വെള്ളത്തിൽ പ്രതിബിംബ രൂപത്തിലാണ് ചന്ദ്രനെ ആദ്യമായി ദർശിക്കുന്നത് എങ്കിൽ രോഗമാണ് ഫലമായിട്ട് പറയുന്നത്. കർത്തവാവിന് ശേഷം ചന്ദ്രനെ ആദ്യമായി ഒരു വ്യക്തി ദർശിച്ചാലുള്ള ഫലങ്ങളെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.